റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പറയൂ, എന്താണ് ഈ തയ്യലും പാട്ടും ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്നു? ഈ തയ്യലിലേക്ക് മുന്നേ കുഞ്ഞിലെ മുതൽ തയ്യലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതേ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണോ തയ്യൽ വേണം? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ജീവിത സാഹചര്യം കൊണ്ട് തയ്യലിലോട്ട് വന്നതാണ്. ചെറിയ പ്രായം മുതലേ പാടുന്ന ഒരു പാടുമായിരുന്നു. 4ാം ക്ലാസ്സിൽ മുതലേ ഞാൻ പാടുമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചറിനെ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു. ഓ, അത് ശരി. പിന്നെ തയ്യൽ എത്ര വരെ, അതായത് എത്ര നാള് പഠിച്ചു പാട്ട്? എൻ്റെ ഗുരു എൻ്റെ അമ്മയാണ്. സംഗീതത്തിന്റെ ഗുരു എൻ്റെ അമ്മയാണ്. അമ്മയാണ് എന്നെ പാട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരു 6 വർഷമായുള്ളൂ സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ട്. അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ സംഗീതം പഠിക്കുന്നില്ല, വല്ലപ്പോഴെങ്ങാനും ഒന്ന് പോയി പഠിക്കത്തതേ ഉള്ളൂ. കുട്ടിക്കാലത്തുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെ ആണെങ്കിലും ഒക്കെ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛന് എൻ്റെ അമ്മ 4 മാസം ഗർഭിണിയായിരുന്നപ്പോഴേ എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഞങ്ങൾ 2 മക്കളാണ്. അച്ഛൻ എനിക്ക് ഇല്ലയെന്ന് വേണം പറയാനായിട്ട്. അച്ഛനുണ്ടെന്ന് പറയാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല ഞാൻ. എന്താ വെച്ചാൽ എന്നെ ഗർഭത്തോടെ ഉപേക്ഷിച്ച് പോയി. പിന്നെ എൻ്റെ അമ്മയാണ് ഞങ്ങളെ വളർത്തി ഇത്രയാക്കിയിരിക്കുന്നത്. പിന്നെ ചെറിയ പ്രായത്തിൽ എൻ്റെ കല്യാണം നടത്തുന്നു എന്ന് വെച്ചാൽ 9ാം ക്ലാസ് മുതൽ എന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് 9ാം ക്ലാസ് മുതൽ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് പെണ്ണ് കാണൽ ചടങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അതിന് വേണ്ടി ടീച്ചർ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതെന്തിനാണ് ആ ഒരു സമയത്ത് കല്യാണം? എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് മുന്നോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട്? അങ്ങനെ എന്തെങ്കിലും ആണോ? അമ്മയുടെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം മുന്നോട്ട് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എൻ്റെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് പോയത്. പിന്നെ തയ്യലിലോട്ട് പോയത് ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട്. ഹസ്ബൻഡിന് 1 വർഷത്തോളം വയ്യാതെ വന്നപ്പോഴേക്ക് തയ്യലെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡല്ല. എനിക്ക് സംഗീതത്തെയാണ് ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ. പിന്നെ ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് തയ്യൽ ഫീൽഡിലോട്ട് പോയതാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ വെച്ച് കല്യാണം കഴിഞ്ഞു, പിന്നെ മുന്നോട്ട് പഠിച്ചില്ല? 9ാം ക്ലാസ്സിൽ വെച്ച് പെണ്ണ് കാണാൻ വന്നു. അന്ന് മുതലേ ആലോചനകൾ വന്നു. 10ാം ക്ലാസ് പഠിച്ച് 1 വർഷം പോലും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല വീട്ടിൽ. അതിനു മുമ്പേ കല്യാണം കഴിഞ്ഞു. മാരേജ് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എന്താ വെച്ചാൽ കല്യാണം കഴിക്കാനായിട്ട് പെണ്ണ് കാണാൻ വരുമ്പോഴേ ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു വീട്ടിൽ. എനിക്കിപ്പോഴേ കല്യാണം വേണ്ടാന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് ഇപ്പോഴേ നിങ്ങളെന്നെ കല്യാണം കഴിച്ച് വിടരുതേ എന്നും പറഞ്ഞ്. അപ്പോൾ പിന്നീട് പാട്ട് പഠിക്കാനൊക്കെ ഒരു സാഹചര്യം അതുപോലെ ആഗ്രഹിച്ച പോലെ വന്നില്ല? ഒരിക്കലും വന്നിട്ടില്ല സംഗീതത്തോട്. പിന്നെ എനിക്ക് കുറേ വർഷത്തോളം ഞാൻ പാടാതിരുന്നു. പിന്നെ ഞാൻ തയ്ച്ചുകൊണ്ടിരിപ്പോൾ ഒരു പാട്ട് പാടിയപ്പോഴാണ് അത് വൈറലായത്. പിന്നെ സംഗീതത്തോട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സംഗീതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഇഷ്ടം തോന്നി. പക്ഷേ എനിക്ക് ലെൻസിന് അന്നേരം ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നു. ഹെൽത്ത് അല്ല, ലങ്സിന്. ഓ, ശരി. ലെൻസിന് പാടാനായിട്ട് വലിയ പിച്ചി പാടാൻ പറ്റുന്നില്ല. ലങ്സിന് എന്താണ് അസുഖം? ലെൻസ് ചുരുങ്ങുന്നു. അപ്പോൾ ലെൻസിന് ചുരുക്കമാണ് എനിക്ക്. എൻ്റെ ശ്വാസത്തിന് പറ്റാത്ത പാട്ടുകളാണ് ഞാൻ കൂടുതലും എടുത്ത് പാടാറുള്ളത്. പിന്നെ ഒരു ലെൻസിന് കംപ്ലൈൻറ്റ് തുടക്കം വരാൻ യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് ലെൻസിന് കംപ്ലൈൻറ്റ് വന്നു എന്നുള്ളത് അറിയുന്നത്. ഇപ്പം ഇപ്പോഴത്തെ ജീവിതത്തിൽ എങ്ങനെയാണ് മായ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അവർ സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ പറയാറുന്നില്ല എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കങ്ങനെ പഠിക്കണം എന്ന് പറയാറുന്നില്ലേ? നല്ല കാര്യം. അല്ല, അങ്ങനെയായിരുന്നെങ്കിൽ ഇത് പഠിച്ച് മുമ്പോട്ട് പോകാറുന്നല്ലോ. അത് പറഞ്ഞിട്ടില്ല? അത് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞാൻ പാടുന്നതാണെന്നും അറിയാമായിരുന്നു. ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾക്ക് അത് ആ ഒരു ഇതിൽ പോകാൻ പറ്റിയില്ല, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അല്ല, ഇപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ഒരു ഇതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ലങ്സിൻ്റെ ഈ ചുരുങ്ങുന്നതിന് മരുന്ന് കഴിക്കുന്നില്ലേ, അപ്പോൾ എനിക്കിങ്ങനെ പാടാവോ അല്ലെ ഇതിന് കൂടുതൽ ഇത് കൊടുക്കാവോ, അങ്ങനെയൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടറിനെ കണ്ടിട്ടില്ല. ജസ്റ്റ് എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പം ഞങ്ങളുടെ കുടുംബപരമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് അടിക്കാനുള്ള ഒരു മരുന്ന്, ജസ്റ്റ് പാടാൻ നേരത്ത് സ്പ്രേ ചെയ്യാനായിട്ടുള്ള മരുന്ന് തന്നിട്ടുണ്ട്. എന്നാലും നല്ലൊരു ഡോക്ടറെ കാണിക്കണ്ടേ അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഡോക്ടറെ ആദ്യമായിട്ട് കാണുക. ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ലങ്സ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. നല്ല ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രാഥമികമായിട്ട് തരാം. നമ്മൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതൊന്നും ഒരു ഡോക്ടറല്ലേ അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ
ഡയഗ്നൈസ് ചെയ്തിട്ടാണ് നമുക്ക് ചികിത്സ വേണ്ടത്. അതെ, ആലപ്പുഴയിലോ അതെ, ചേർത്തലയിലോ ഇഷ്ടംപോലെ ഉള്ള സ്ഥലത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിനെ പറ്റും. ആരെങ്കിലും അല്ലേ ബന്ധപ്പെടണമെങ്കിൽ ഞങ്ങൾ തന്നെ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അതൊന്ന് ഫാമിലി ആയിട്ടും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിലും ഒക്കെ സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് ഫാമിലി കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോ മായ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് അല്ലേ? അതെ. പേര് ശ്രീകുമാർ. ശ്രീകുമാർ. അപ്പൊ ചേട്ടൻ ഇലക്ട്രീഷ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ ഈ തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾക്കിടയിലും വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ട്. ഉണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യണമെന്ന് ചേട്ടൻ എന്തെങ്കിലും മനസ്സിലെ ഒരു ആഗ്രഹം, ഇങ്ങനെ അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഇത് വേണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടാണോ ഇന്ന് ഇവിടെ എത്തിച്ചത്? നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പാട്ടിന് ഭയങ്കര ഇതാണ്, പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രോഗ്രാം ചേട്ടൻ നമുക്ക് പോവാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ സമ്മതിച്ചു, നോ പറഞ്ഞില്ല? ഇല്ല. അതൊരു വലിയ കഴിവ്. അപ്പൊ വീട്ടില് പാടാനുള്ള പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ ഈ അസുഖത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്, അതൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞ പോലെ ആ ഡോക്ടറെ കാണിക്കുന്ന കാര്യം ചേട്ടൻ തന്നെ മുൻകൈ എടുത്ത്, ചിലപ്പോ മായ പറയും വേണ്ട അത് ഇത് എന്നൊക്കെ പറയാൻ ചാൻസ് കൂടുതലാണ്, പക്ഷെ ചേട്ടൻ മുൻകൈ എടുത്ത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ശരി, ഇതാരാണ് രണ്ടാമത്തെ മകൻ? എന്ത് ചെയ്യണോ പറഞ്ഞത്? ഡയാലിസിസ് ടെക്നീഷ്യൻ. അപ്പൊ മോന്റെ പഠിത്തവും മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളാകുമ്പോൾ അമ്മയുടെ ആരോഗ്യത്തിലൂടെ കുറച്ചുകൂടെ ശ്രദ്ധ വെക്കാം കേട്ടോ. അതെ, ചേർത്തല ഏതോ ഹോസ്പിറ്റൽ എന്നല്ലേ പറഞ്ഞേ? താലൂക്ക് ഹോസ്പിറ്റല്. അപ്പൊ മോന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നന്നായി നടന്നിരുന്നു അല്ലേ? ബുദ്ധിമുട്ടുകളൊന്നും പേരൻസ് കാര്യമായിട്ട് വരുത്തിയില്ല? ഇല്ല. പാട്ടിനോട് താല്പര്യമുണ്ടോ? ഇല്ല, ഞാൻ പാടത്തൊന്നുമില്ല. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കമാവട്ടെ റെഡ് കാർപ്പറ്റ് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം.